മിനുകൂട്ടാ, എന്തോ ഈ എപ്പിസോഡിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എന്റെയും മധുവിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളും അതേസമയം നമുക്കൊരു സ്പിരിച്വൽ ഗൈഡായിട്ടുമുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. അത് സൂര്യനാരായണ സ്വാമിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. പലപ്പോഴും ടോപ്പ് സിംഗർ ഫ്ലോറിൽ വരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതെ. ഇവിടെ എത്തിയിട്ടില്ല, പക്ഷെ ഇന്ന് ആകസ്മികമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാമിക്ക് ഒരു വലിയൊരു നമസ്കാരം. നമസ്കാരം സ്വാമി. എനിക്കൊരു 30 വർഷത്തോളം പരിചയമുണ്ട് സ്വാമിയായിട്ട്. ഈ ഫീൽഡിൽ വളർന്നു വരുന്ന സമയം മുതലേ പരിചയമാണ്. അപ്പോൾ അന്ന് മുതലേ ഈ പറഞ്ഞ പോലെ ഒരു വഴികാട്ടി, സ്പിരിച്വൽ ലൈനിൽ പല ഉപദേശങ്ങളും എല്ലാം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാഷായ വസ്ത്രമൊന്നും ധരിക്കാത്ത ഒരു സ്വാമിയാണ്. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം സ്വാമി ഇവിടെ ഈ വേദിയിൽ വന്നതിൽ. അദ്ദേഹം ചോറ്റാനിക്കരയിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വരെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്, ഞങ്ങളെ കണ്ടിട്ട് പോകാൻ. സ്വാമിയുടെ പേര് സൂര്യനാരായണ സ്വാമി. സ്വാമി എന്തെങ്കിലും ഇവിടെ ഈ വേദിയിൽ എന്തെങ്കിലും സംസാരിക്കാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ എങ്കിൽ എന്തെങ്കിലും? ഈ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം തുടരെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികളുടെ പ്രോഗ്രാം വളരെ ഭംഗിയായി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് നേരിട്ട് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പോവാം. താങ്ക് യു വെരി മച്ച്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓ താങ്ക് യു. നമ്മുടെ കുട്ടി പാട്ടുകാരോട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ? ഞാൻ തുടരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതെ, എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടായി. ഓ സന്തോഷം, താങ്ക് യു. ഈ കൂടെ വന്നിരിക്കുന്ന അദ്ദേഹം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, ജ്യേഷ്ഠതുല്യനായ മുരളിച്ചേട്ടന്റെ മകനാണ്. പേര് മിഥുൻ. പേര് മിഥുൻ. അദ്ദേഹത്തിന്റെ വൈഫാണ് കൂടെ ഇരിക്കുന്നത്, ആതിര. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും എല്ലാവരും പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് വിളിക്കാൻ പോകുന്നത് നമ്മുടെ ജിതക്കുട്ടിയാണ്. ജിതക്കുട്ടി ഒരു ഡെഡിക്കേഷൻ റൗണ്ടുമായിട്ടാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ജിത ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ഹായ് ജിത. ഹായ്. എവിടെയായിരുന്നു? ഞാനൊരു പോക്ക് പോയേക്കണായിരുന്നു, കുറച്ച് യാത്രയായിരുന്നു. ഈ ഉടുപ്പ് കൊള്ളാട്ടാ, താങ്ക് യു. നല്ല കളറാണത്. എനിക്ക് തനുജ മാം എന്ന് പറഞ്ഞ മാം എനിക്ക് തനുജ മാമോ? ആഹാ. എവിടെയാ? ഗിഫ്റ്റ് ചെയ്തതാണ്. അടുത്തുള്ള വീട്ടിലെയാ? അല്ല, തൃക്കാക്കര സാംസ്കാരിക ആണോ? പക്ഷെ എന്താ, നന്നായിട്ട് നല്ല കളറ്, നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. യെസ്. അപ്പൊ തനുജ മാമിനാണോ ഒരു ഡെഡിക്കേഷൻ ഇന്ന്? അല്ല ഇത് രമൺ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർക്കാണ്. രമണി ടീച്ചറാ? ഓക്കെ. ടീച്ചർ വന്നിട്ടുണ്ടോ? ടീച്ചർ മരിച്ചു. ആണോ? അയ്യോ. അപ്പൊ ആ ടീച്ചർക്ക് വേണ്ടിട്ടാണ് അല്ലേ? ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടത് തൃക്കാക്കര സാംസ്കാരികേന്ദ്രത്തില് വെച്ചിട്ടാണ്. അവിടെ ഒരു പരിപാടിക്ക് എനിക്ക് പാടാൻ വേണ്ടിട്ട് ഒരു അവസരം കിട്ടി. ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എന്റെ. കലോത്സവങ്ങൾക്ക് ഞാൻ പാടിയിട്ടുണ്ട്, അല്ലാണ്ട് എന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്. അപ്പോൾ അന്ന് എന്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അന്നോട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ടീച്ചർ. ടോപ്പ് സിംഗറിൽ എത്താമെന്ന് ആഗ്രഹിച്ചവരിൽ ഒരാളും കൂടിയാണ്, ഒരുപാട് ആഗ്രഹിച്ചവരിൽ ഒരാളും കൂടിയാണ് ടീച്ചർ. എത്ര നാളായി ടീച്ചർ പോയിട്ട്? ഒരു വർഷമായിട്ടുള്ളൂ. ടീച്ചറായിട്ട് ഭയങ്കര അടുപ്പാണ് ഞാൻ. ഈ ടോപ്പ് സിംഗറിന്റെ ഓരോ ഓഡീഷൻസിന്റെ വീഡിയോസ് വരുമ്പോഴും അപ്പ അയച്ചു തന്നിട്ട് മോള് പങ്കെടുക്കണം, എന്തായാലും കിട്ടും എന്ന് പറയും. എന്നിട്ട് എങ്ങാനും ഒരു സീസണിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത സീസണിൽ എന്തായാലും കിട്ടും. അതെ അതെ, അതുപോലെ അത്രയും സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ശബ്ദം ശ്രദ്ധിക്കണം, ഞങ്ങാനും ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്കുപ്പാക്ക് എങ്ങനെയാണ് ടെൻഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ടീച്ചർക്കും ടെൻഷൻ ആയിരിക്കും. എന്നിട്ട് അതിന്റെ റെമഡീസ് ഒക്കെ പറഞ്ഞു തരും. അങ്ങനെ സീസൺ 5ന്റെ ഓഡീഷൻ പ്രിപ്പറേഷൻസ് വരെ ഉണ്ടായിരുന്നു ടീച്ചർ. സീസൺ 6 എനിക്ക് കിട്ടിയപ്പോൾ അത് കാണാനായിട്ട് ടീച്ചറില്ല. എവിടെയെങ്കിലും ടീച്ചർ ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും. ഓക്കെ. ജിതയുടെ ടാലന്റ് എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അതെ. അപ്പൊ ടീച്ചറിന് അത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ ടീച്ചറുടെ ഓർമ്മകൾക്ക് വലിയൊരു നമസ്കാരമാണ് നമ്മൾ. തീർച്ചയായിട്ടും. ടീച്ചറുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അതെ അതെ, വന്നിട്ടുണ്ട്. ഭാസ്കരൻ അങ്കിൾ. അങ്കിള് നമസ്കാരം. ഭാസ്കരൻ അങ്കിൾ. നമസ്കാരം. അതുപോലെ തൃക്കാക്കര സാംസ്കാരികേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കും ഇവരെയൊക്കെ ഫോട്ടോയിൽ ഇപ്പൊ കണ്ടത്. വെൽക്കം വെൽക്കം വെൽക്കം. അവരെല്ലാരും ടോപ്പ് സിംഗറിന്റെ സ്ഥിരം പ്രേക്ഷകരാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഏത് പാട്ടാ? മാനത്തെ മാരിക്കുറുമ്പേ. ടീച്ചർക്ക് ഇഷ്ടമുള്ള പാട്ടാണിത്. ടീച്ചർക്ക് മാത്രമല്ല എനിക്കും ഇത് ഇഷ്ടപ്പെടുന്നത്. എന്താന്ന് വെച്ചാൽ ജിതയ്ക്ക് അതിനകത്ത് എന്തോ ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജിത വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയാണ് എന്തോ ഒരു സംഭവം എടുത്തുകൊണ്ടാണ് വരാൻ പോണേ. സ്പെഷ്യൽ ആണെന്ന് അറിയാം. അപ്പൊ ആ ശബ്ദത്തിന്റെ ടെക്സ്ചർ ഒക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് സൂപ്പർ ആയിരിക്കും. വാണിയമ്മ പാടിയ പാട്ടല്ലേ? അതെ അതെ.
അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. മ്യൂസിക് ഗോപി സുന്ദർ സർ, ലിറിക്സ് മുരുകൻ കാട്ടാക്കട സർ, പാടിയത് വാണിയമ്മ, ഫിലിം പുലിമുരുകൻ, വർഷം 2016. അപ്പൊ ജിതക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മാനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ, വാവാവം പാടിയുറക്കാൻ ഇല്ലില്ലെന്നമ്മയൻ പൊന്നേ, ചാരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാരോ, മാമൂട്ടാ നിങ്കും കൊണ്ടേ മാറു ചുരന്നെന്റെ ചെല്ലപ്പുള്ള്, നെഞ്ചോരം പാടിയുറക്കാൻ ഉള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ളേ. കുഞ്ഞിക്കാൽ പിച്ചാ പിച്ചാ തത്തി തത്തി നീ നടന്നേ, ഇന്നെന്റെ കണ്ണു നനഞ്ഞേ ഉള്ളു നിറഞ്ഞേ ചെല്ലക്കുഞ്ഞേ, കുഞ്ഞിക്കൈ തപ്പോ തപ്പോ താളം കൊട്ടി നീ ചിരിച്ചേ, കണ്ടെന്റെ കാടും കാട്ടാറും കൂടെ ചിരിച്ചേ കന്നിപ്പൊന്നേ, പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ടു മേലേ, കണ്ണു ചിമ്മും താരകമായി ദൂരെ, മാനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ, വാവാവം പാടിയുറക്കാനില്ലെന്നമ്മയൻ പൊന്നേ, ചാരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാരോ. മാനത്തെ രാഗിപ്പാറി കണ്ണീരെയും ചെമ്പരുന്തേ, വീഴല്ലേ നിന്റെ നിഴലെന്റെ കുഞ്ഞു കുഞ്ഞാറ്റകൾ ഒറ്റയ്ക്കാണേ, മുത്തപ്പന്മാരെ തേടി ചാവിന്മേൽ തീണ്ടി ചതിച്ചേ, തായില്ല തങ്കക്കൂടങ്ങളെ ആക്കണേ പോറ്റണേ മാറിയമ്മേ, പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ടു മേലേ, കണ്ണു ചിമ്മും താരകമായി ദൂരെ, മാനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ, വാവാവം പാടിയുറക്കാൻ ഇല്ലില്ലെന്നമ്മയൻ പൊന്നേ, ചാരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാരോ, മാമൂട്ടാ നിങ്കും കൊണ്ടേ മാറു ചുരന്നെന്റെ ചെല്ലപ്പുള്ള്, നെഞ്ചോരം പാടിയുറക്കാൻ ഉള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ളേ. രാരേ 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 രം രാരോ, രാരേ 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 രം രാരോ. വെരി നൈസ് ഗീത. താങ്ക് യു. താങ്ക് യു. ഇത് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും ഒരു ഗ്രേറ്റ് പോയറ്റുമാണ് മുരുകൻ കാട്ടാക്കട. അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനൂടെ ഞാനും പാട്ടുകൾ ചെയ്തിട്ടുണ്ട്.
വളരെ സന്തോഷമാണ്. അദ്ദേഹം എഴുതുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു കവിത ഭയങ്കര ഇഷ്ടമാണ്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. കേട്ടില്ലേ? അതിപ്പോ മുരുകൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ. അതാണ് മുരുകന് മാത്രമേ അങ്ങനെ പാടാൻ പറ്റൂ. മുരുകൻ ചേട്ടനാണ്, ഞാൻ മുരുകൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ അത് പാടാൻ പറ്റുള്ളൂ. അങ്ങനെ പാടാൻ പറ്റൂ. വേറെ ലോകത്ത് ആർക്കും അതുപോലെ പാടാൻ പറ്റൂല. എന്നെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനേ പറ്റൂ. അതാണ് മുരുകൻജിയുടെ ഒരു വലിയൊരു വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സോങ് ആണ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അതുകൊണ്ട് ഈ പാട്ടെടുത്തതിൽ ഈ സ്നേഹം കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ. സോ ജിതക്കുട്ടി going to be awarded 97.25 on 100. താങ്ക് യു സർ. ജിതക്കുട്ടി ഹാപ്പി അല്ലേ? കൂടെ വന്ന എല്ലാരും ഹാപ്പി അല്ലേ? ഞങ്ങൾക്ക് ഒത്തിരി ഇടയ്ക്ക് വരണം കേട്ടോ ജിതക്കുട്ടിയുടെ കൂടെ. ഓക്കെ, ടീച്ചറും ഉറപ്പായിട്ടും ഹാപ്പി ആയിരിക്കും. ജിതക്കുട്ടിക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി അടുത്തടുത്ത പാട്ടുകളുമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ബൈ. ബൈ. ബൈ.